ഈശോയേ 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 ഈശോ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ഇരിക്കാനും ആരാധിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്താനും നൂറുകണക്കിന് ദൈവമക്കൾ വരികയും പ്രാർത്ഥിക്കുകയും കടന്നു പോവുകയും ചെയ്ത ഈ ദിവസത്തിൻ്റെ ഈ 9 മണി രാത്രിയിൽ നമുക്ക് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ കർത്താവ് വചനം സ്ഥിരീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. കർത്താവിൻ്റെ തിരുസന്നിധി അനേകം മക്കൾക്ക് ആശ്വാസത്തിൻ്റെ തിരുസന്നിധിയായി തീരുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ അന്വേഷിക്കുമ്പോൾ തന്നെ, അവിടുന്ന് സമീപസ്ഥനായിരിക്കുമ്പോൾ അവിടുത്തെ അന്വേഷിക്കാനും അവിടുത്തെ കണ്ടെത്താനും അവിടുന്ന് തന്നെ നമുക്ക് ഇടവരുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ അവിടുത്തെ നാമം വിളിച്ച് അവിടുത്തെ ആരാധിക്കാനും ഒരു വിശ്രമം കണ്ടെത്താനും കർത്താവിൻ്റെ തിരുസന്നിധി നമ്മുടെ വിശ്രമ സങ്കേതമാണ്. ഈ ലോകത്തിൽ മറ്റെവിടെ ആയിരിക്കുന്നതിനേക്കാളും അഭികാമ്യമാണ് കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തോട് കൂടെ ആയിരിക്കുക എന്നത്. നമുക്ക് ഈ രാത്രിയെ ഓർത്ത് പ്രഭാതം മുതൽ ഈ സമയം വരെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി അനുഭവിച്ച അവിടുത്തെ കൃപാദാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരങ്ങളടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. വ്യക്തമായി കരങ്ങളടിച്ച് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ലലലലലലല. ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഇന്നത്തെ ഈ ശുഭരാത്രി സന്ദേശത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. ഗുഡ് നൈറ്റ് മെസ്സേജായിട്ട് നമ്മൾ ചിന്തനം ചെയ്യുന്നത് നാളെ ദിവ്യബലിയുടെ സമയത്ത് വായിക്കുന്ന സുവിശേഷ ഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 8, 16 മുതൽ 18 വരെ. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 3 വചനങ്ങളാണ്, 3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഒന്ന്, ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു വിളക്കുണ്ട്. ആ വിളക്ക് ദൈവസ്നേഹത്തിൻ്റെ വിളക്കാകാം,
പരസ്നേഹത്തിൻ്റെ വിളക്കാകാം, സുഹൃതങ്ങളുടെ വിളക്കാകാം, ദാമ്പത്യ വിശ്വസ്തതയുടെ വിളക്കാകാം. ആ വിളക്ക് വിനയത്തിൻ്റെ വിളക്കാകാം, വിശുദ്ധിയുടെ വിളക്കാകാം. എല്ലാം കൂടി ചേർത്ത് പറഞ്ഞാൽ ആ വിളക്ക് ക്രിസ്തു എന്ന വിളക്കാകാം. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു എന്ന വിളക്കുണ്ട്. ആ വിളക്കിനെ നമ്മൾ എവിടെയാണ് വയ്ക്കുന്നത്? മറ്റുള്ളവർക്ക് എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ കാണാൻ പറ്റുന്ന വിധം ഞാൻ അത് പീഠത്തിന്മേൽ, അതായത് എൻ്റെ ഉള്ളിലെ ക്രിസ്തു പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് ക്രിസ്തു പ്രകാശം എന്നിൽ നിന്ന് ലഭിക്കുകയും ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്? എന്നിലുള്ള ക്രിസ്തുവിൻ്റെ പ്രകാശം, ക്രിസ്തു ചൈതന്യം ഞാൻ മൂടി വയ്ക്കുകയാണോ അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയാണോ? ഈശോ പറയുന്നു, നിന്നിലുള്ള ദൈവിക വെളിച്ചം, ക്രിസ്തു ചൈതന്യം നീ വെളിപ്പെടുത്തുക, അതിനനുസരിച്ച് ജീവിക്കുക. രണ്ടാമതായി ഈശോ പറയാണ്, മറഞ്ഞിരിക്കുന്നതൊന്നും നിന്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ അത് അതിരിക്കുകയില്ല. നിന്റെ ഉള്ളിൽ തിന്മയുണ്ടെങ്കിൽ അതും വെളിച്ചത്ത് വരുന്ന ഒരു സമയമുണ്ട്. മൂന്നാമതായി ഈശോ പറയുകയാണ്, ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. ഉള്ളവന് എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങളുണ്ട്. വിശ്വാസമുള്ളവന് എന്ന് അതിനെ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയമുള്ളവന് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പ്രാർത്ഥിക്കാൻ സമയമുള്ളവന് വീണ്ടും പ്രാർത്ഥിക്കാൻ സമയം നൽകപ്പെടും. പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് തോന്നുന്നവനിൽ നിന്ന് അവനുണ്ട് എന്ന് കരുതുന്ന ആ സമയം കൂടെ എടുത്തു മാറ്റപ്പെടും. അതുപോലെ തന്നെ ഹൃദയത്തിൽ സ്നേഹമുള്ളവന്, സ്നേഹിക്കാൻ ഒരുക്കമുള്ളവന് വീണ്ടും സ്നേഹിക്കാനുള്ള സാധ്യതകൾ നൽകപ്പെടും. നന്മയുള്ളവന്, നന്മ പ്രവർത്തിക്കുന്നവന് വീണ്ടും നന്മ ചെയ്യാനുള്ള സാധ്യതകൾ തുറക്കപ്പെടും. പ്രത്യാശയുള്ളവന് അത് വീണ്ടും നൽകപ്പെടും. ഭക്തിയുള്ളവന്, ദൈവഭക്തി ഉള്ളവന്, അത് എക്സർസൈസ് ചെയ്യുന്നവന് ദൈവഭക്തി വീണ്ടും നൽകപ്പെടും. വചനം അറിയുന്നവന്, വചനം വായിക്കാൻ തയ്യാറുള്ളവന് വീണ്ടും വചനം പഠിക്കാനും വചനത്തിൽ നിറയാനും കൃപ നൽകപ്പെടും. അതാണ് ഉള്ളവന് വീണ്ടും നൽകപ്പെടും എന്നതിൻ്റെ അർത്ഥം. ഇല്ലാത്തവന്, നമ്മൾ ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവന്, നമുക്ക് വചനവായനയിൽ നിന്നും നന്മയിൽ നിന്നും ദൈവാരാധനയിൽ നിന്നും ഒക്കെ അകന്നു നിൽക്കുന്നവർക്ക്, അവർക്കിപ്പോൾ അവർ വിചാരിക്കുകയാണ്, എനിക്കൊരു പള്ളിയുണ്ട്, എനിക്കൊരു കുർബാനയുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് പോകുന്നില്ല. അപ്പോൾ ഇല്ലാത്തവൻ, അവനുണ്ട് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, പക്ഷെ അവനില്ലാത്തതിന് പോലെയാണ്. അവനിൽ നിന്ന് ആ ദേവാലയത്തിൽ പോകാനുള്ള സാധ്യത പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ എല്ലാം കൂടി സംഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു ചൈതന്യം വെളിപ്പെടുത്താൻ, ക്രിസ്തു ചൈതന്യം പരമാവധി പ്രകാശിപ്പിക്കാൻ നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അതിനുള്ള സാധ്യതകൾ നൽകപ്പെടും. നല്ല മനസ്സുള്ളവന് വീണ്ടും നല്ല മനസ്സ് നൽകപ്പെടും. സമയമുള്ളവന്, ദൈവാരാധനയ്ക്ക് സമയമുള്ളവന് വീണ്ടും ദൈവഭക്തിയിൽ വളരുന്നതിനുള്ള കൃപകൾ ലഭിക്കും. വചനം പറയുന്നു, ഈശോ പറയുന്നു, ഉള്ളവന് വീണ്ടും നൽകപ്പെടും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ വചനചിന്ത നമ്മുടെ ഈ രാത്രിയിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. എല്ലാവർക്കും സുഖനിദ്ര ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഏകാന്തതയിൽ കഴിയുന്നവരുണ്ട്, ഈ രാത്രിയിൽ വേദനിച്ച് കഴിയുന്നവരുണ്ട്, ഈ രാത്രിയിൽ രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. വിശ്രമിക്കാൻ ഒരു ഭവനമില്ലാത്തവരുണ്ട്, തെരുവീഥികളിൽ കഴിയുന്നവരുണ്ട്, ജയിലുകളിൽ കഴിയുന്നവരുണ്ട്. എല്ലാവരെയും അനാഥ മന്ദിരങ്ങളിൽ, വൃദ്ധ മന്ദിരങ്ങളിലൊക്കെ കഴിയുന്നവർ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ രാത്രിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി വെന്റിലേറ്ററിലുള്ളവർ, ICUയിലുള്ളവർ, നാളെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ,
ഒക്കെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുനാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വെളിച്ചവും ഹാലേലൂയ പാതയിൽ പ്രകാശവുമായിട്ട് മാറട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഈശോ, ഈ രാത്രിയിൽ നന്നായി വിശ്രമിക്കാനും നാളെ കൂടുതൽ ഉത്സാഹത്തോടെ തീഷ്ണതയോടെ എഴുന്നേറ്റ് അങ്ങയുടെ രാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ഞങ്ങൾ കണ്ടുമുട്ടിയ വ്യക്തികൾ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ, അവരെല്ലാവരും പ്രത്യേകിച്ച് ഇന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് കടന്നുപോയ 100 കണക്കിന് ദൈവമക്കളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ, യുദ്ധങ്ങളിൽ കലാപങ്ങളിൽ കഴിയുന്ന ദേശങ്ങൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കലഹത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. തിന്മയിൽ അകപ്പെട്ടു പോയ യുവതി യുവാക്കൾ, ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പാപ സാഹചര്യങ്ങളിൽ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നവർ, ഹാലേലൂയ, ഹാലേലൂയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ 7 നിയോഗങ്ങൾ കൂടെ സമർപ്പിച്ചുകൊണ്ട് ഒക്ടോബർ 3 തീയതി മുതൽ 15 തീയതി വരെയുള്ള മദ്രസയുടെ തിരുനാളിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോ, ഈശോയേ, 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 ഈശോ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് മുട്ടുകുത്തം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈശോയുടെ ആശീർവാദം, ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം പ്രപഞ്ചം മുഴുവനിലേക്കും ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. 4 അതിരുകളിലേക്കും, ഭൂമിയുടെ 4 അതിരുകളിലേക്ക് കർത്താവിൻ്റെ കൃപ കടന്നു ചെല്ലട്ടെ എന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ആശീർവദിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ പ്രിയപ്പെട്ടവർ, വിദൂരങ്ങളിലുള്ളവർ, ഭവനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, പഠിക്കുന്നതിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ ഒക്കെ വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളവർ, അവരുടെ എല്ലാവരുടെയും മേൽ ഇപ്പോൾ ഈ ആശീർവാദം ചെന്നെത്തുകയാണ് എന്ന ബോധ്യത്തോടു കൂടെ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവർ, ഓൺലൈനിൽ ആയിരുന്നു കൊണ്ട് ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിലുള്ളവർ എല്ലാവരുടെയും മേൽ കർത്താവിൻ്റെ കൃപ, ദിവ്യകാരുണ്യ ഈശോയുടെ മുദ്ര, പുരുഷൻ്റെ മുദ്ര പതിക്കപ്പെടട്ടെ. സ്നേഹത്തിൻ്റെ നിഴൽ, സ്നേഹത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് വന്ന് പതിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈ
ഞങ്ങളുടെ ശക്തിയും ബലവുമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ഞങ്ങളുടെ ആനന്ദവും ആശ്രയവുമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.